നഴ്സുമാർക്ക് പൊതുവേ ഇപ്പം PR കിട്ടുന്നത് കുറവാണ്. പക്ഷെ അന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ ചാൻസുകളും അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. വെസ്റ്റേൺ ന്യൂ സൗത്ത് വെയിൽസ് ഹെൽത്ത് ഡിസ്ട്രിക്റ്റ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ അടിയിൽ ഒരുപാട് പബ്ലിക് ഹോസ്പിറ്റൽസ് വരും. നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ചൂസ് ചെയ്യാവുന്നുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂവിൻ്റെ വേക്കൻസി അതിൻ്റെ സൈറ്റിലുണ്ട്. അപ്പം നമുക്ക് താല്പര്യമുള്ളതിന് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് സമയം എടുക്കും. ആ സമയം എടുത്ത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരും ഇപ്പോൾ 186 തരണമെന്നില്ല. ചില എംപ്ലോയേഴ്സ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തരുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരുന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം അവരിപ്പം 482 ആണ് നമുക്ക് തരുന്നതെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ ആ ഇൻ്റർവ്യൂ അതായത് മിസ് ചെയ്യാണ്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ നമുക്കൊരു ചാൻസ് തരും, നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോയെന്ന്. ആ ഒരു അവസരത്തിൽ നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാം. ഇപ്പം ആ എംപ്ലോയർ പറയുന്നത് ഇപ്പം 2 ഇയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ 186 അതായത് PR വിസ ഞങ്ങൾ സ്പോൺസർ ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് അവരോട് ചോദിക്കാം. ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ PR തരുമോ എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് നമുക്ക് അവിടെ ഒരു അവസരമുണ്ട്. അപ്പം അത് നമുക്ക് ചോദിക്കാം. ചിലപ്പോൾ അവർ ഹാപ്പി ആയിരിക്കും. അവർ ചിലപ്പോൾ 1 ഇയറിനുള്ളിൽ നമുക്ക് PR തരുമായിരിക്കും. ഇപ്പം അതല്ല, ചില എംപ്ലോയീസ് പറയും ഞങ്ങൾ 1 ഇയർ കഴിയുമ്പോഴേക്കും ആയിരിക്കും PR തരാനായിട്ട് താല്പര്യപ്പെടുന്നതെന്ന്. അപ്പോൾ അവിടെ നമുക്ക് ചോദിക്കാം, ഒരു 3 മാസം കഴിഞ്ഞിട്ടോ ഒരു 6 മാസം കഴിഞ്ഞിട്ടോ ഞങ്ങൾക്ക് PR തരുമോ എന്ന് നമുക്ക് അവിടെ റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പം നിങ്ങൾ ഇൻ്റർവ്യൂസ് മാക്സിമം മിസ്സാക്കാണ്ട് എല്ലാം അറ്റൻഡ് ചെയ്യും. ഇപ്പം 482 ആണെങ്കിൽ കൂടിയിട്ട് ഇൻ്റർവ്യൂ മാക്സിമം അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് 186ലേക്ക് വരിക എന്നാണ് പറയുന്നത്.